എഥനോൾ പെട്രോൾ ഉപയോഗിച്ച് ഓടുമ്പോൾ ചെറിയൊരു വേരിയേഷൻ, അതായത് പെട്രോളും എഥനോളും തമ്മിലുള്ള ഫയർ ആവാനുള്ള ടൈം ചെറിയൊരു ഡിലേ ഉണ്ട്. ഈ റബ്ബർ ഹോസുകളിൽ ഈ ചെറിയ വണ്ടുകൾ തുറന്നിട്ട് പെട്രോൾ ലീക്കേജ് പോലുള്ള ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. ഒരു 20% E20 പെട്രോൾ എഥനോൾ നമ്മൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ഈ അതിൻ്റെ പുറത്തേക്ക് വിടുന്ന വിഷവാതകത്തിന്റെ അളവ് കുറയ്ക്കാനും സാധിക്കുന്നുണ്ട്. പൊതുജനത്തിനെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകൾ ഒന്നും ഒരു രീതിയിലും ഭയപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോട് എന്ന സ്ഥലത്ത് നിർമ്മല മോട്ടോഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുന്ന ഒരാളാണ്. കഴിഞ്ഞ 25 വർഷത്തോളമായിട്ട് ഞാനൊരു എക്സ്പീരിയൻസിൽ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുവന്ന ഒരാളാണ്. എഥനോൾ മിക്സ് ചെയ്ത പെട്രോളുമായിട്ട് ബന്ധപ്പെട്ട ചില സംശയങ്ങളും ദുരൂഹതകളും ജനങ്ങൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പെട്രോൾ 20% എഥനോൾ മിക്സ് ചെയ്ത പെട്രോൾ കാറിൽ ഒഴിച്ച് ഓടിക്കുമ്പോൾ അതിന് പൊതുവെ പ്രത്യേകിച്ച് ദുരൂഹതകളൊന്നും എൻ്റെ അറിവിൽ ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ അറിവിൽ വന്നിട്ടുള്ള 1-2 കാര്യങ്ങൾ പറയാം. ഈ റബ്ബർ ഹോസുകളിൽ ഈ ചെറിയ വണ്ടുകൾ തുറന്നിട്ട് പെട്രോൾ ലീക്കേജ് പോലുള്ള ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. ഇതുമൂലം അതിനകത്തുള്ള പമ്പോ ഫ്യൂൽ ടാങ്കിനുള്ള ഉള്ളിലുള്ള പമ്പുകളോ അല്ലെങ്കിൽ ഇഞ്ചക്ടറുകളോ അല്ലെങ്കിൽ സൈലൻസറുകളോ ഒന്നും ഇതുവരെ എൻ്റെ അറിവിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ചെറിയൊരു പവർ ഡ്രോപ്പ്, ചെറിയൊരു പവർ വേരിയേഷൻ വരുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അതും നമ്മൾ ലോങ് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്തൊന്നും അത് വരത്തില്ല. ചില കയറ്റങ്ങളോ അല്ലെങ്കിൽ ഗിയർ ഡൗൺ ചെയ്ത് പോകുന്ന സമയത്തോ ചെറിയ വേരിയേഷൻ, മൈന്യൂട്ടായിട്ട് ചെറിയൊരു വേരിയേഷൻ മാത്രമേ കാണുന്നു. അല്ലാതെ പൊതുവായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും എൻ്റെ അറിവിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. E20 ഇന്ധനം ഉപയോഗിച്ചാൽ ശരിക്കും മൈലേജ് കുറയും. E20 ഇന്ധനം പൊതുവെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ ചെറിയൊരു ജലസാന്നിധ്യത്തിൻ്റെ ഇത് വരുന്നുണ്ട്. കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ ചില വാഹനങ്ങളിൽ ചെറിയ രീതിയിലൊരു തുരുമ്പിൻ്റെ അംശവും വളരെ റയറായിട്ട്, കാറുകളിൽ പൊതുവെ അത് വരുന്നില്ല, ബൈക്കുകളിൽ ഇങ്ങനെ ചെറിയ രീതിയിൽ വരുന്നതായിട്ടൊരു ഇത് കേട്ടറിവുണ്ട്. കാറുകളിൽ പൊതുവെ അതിന് സംബന്ധിച്ച് ഒരു തുരുമ്പ് പിടിക്കുന്ന അവസ്ഥയോ ഇതുവരെ എൻ്റെ അറിവിൽ കഴിഞ്ഞ ഒരു 5-6 വർഷത്തിനിടയിൽ ഇത് എൻ്റെ അറിവിൽ വന്നിട്ടില്ല. ഈ 2015 മുമ്പുള്ള പഴയ കാറുകളും ബൈക്കുകളും സാധാരണ രീതിയിൽ E20 ഉപയോഗിച്ചാൽ എഞ്ചിന് എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്ന് പറയുന്ന എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം എൻ്റെ അറിവിൽ ഇതുവരെ വന്നിട്ടില്ല. അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പേടിക്കേണ്ട ഒരു കാര്യമില്ല. എഞ്ചിന് ലൈഫ് കുറയുകയോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇതുവരെ എൻ്റെ അറിവിൽ വന്നിട്ടില്ല. പവർ ഡ്രോപ്പോ അങ്ങനെ മൈലേജ് പ്രശ്നങ്ങളോ ചെറിയൊരു വേരിയേഷൻ, അത് മൈലേജ് വേരിയേഷൻ വരുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ പെട്രോളിൻ്റെ ഫയറിംഗ് ടൈമും എഥനോളിൻ്റെ ഫയറിംഗ് ടൈമിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ ചെറിയ വേരിയേഷൻ, ചിലപ്പോൾ ഒരു 1/2 കിലോമീറ്ററോ 1 കിലോമീറ്ററിനകത്തുള്ള ചെറിയ വേരിയേഷനുകൾ വരുന്നു. ഈ E20 പെട്രോളുകാരനായി ഈ ഫ്യൂവൽ പമ്പിലും തുരുമ്പ് പിടിക്കുമെന്നൊക്കെ എത്രത്തോളം സത്യമാണോ? എൻ്റെ അറിവിൽ കഴിഞ്ഞ 5 വർഷത്തോളമായിട്ട് ഞാൻ പെട്രോൾ പമ്പ് പല വണ്ടികൾ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ തുരുമ്പെടുത്തൊരവസ്ഥ വന്നതായിട്ട് ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഒരു വണ്ടികളിൽ, അത് ഡീസൽ വണ്ടി ആയിക്കോട്ടെ പെട്രോൾ വണ്ടി ആയിക്കോട്ടെ, അതിലൊന്നും ഇതുവരെ ഒരു തുരുമ്പിൻ്റെ അംശം പോലും ഞാൻ കണ്ടിട്ടില്ല. റബ്ബർ പൈപ്പുകളും വാഷറുകളും സീലുകൾ ഇത് വേഗത്തിൽ കേടാവും എന്നുള്ളൊരു സാധ്യത പറയുന്നുണ്ട്. പിന്നെ ഇതെങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് ഇത് കേടായി E20 കാരണം കേടാവും അങ്ങനെ എന്തെങ്കിലും ഒരു? കാറുകളെ സംബന്ധിച്ചിടത്തോളം E20 പെട്രോൾ ഉപയോഗിച്ച് ഓടുമ്പോൾ ഫ്യൂൽ അതിനകത്ത് ടാങ്കിൻ്റെ ഉള്ളിൽ വരുന്ന ഫ്യൂൽ പമ്പുകളോ അത് തുരുമ്പെടുക്കുകയോ അതിന് ഡാമേജ് സംഭവിക്കുകയോ ഒന്നും വരുന്നില്ല. പിന്നെ ഡാമേജ് വരുന്നത് ഇതിലൂടെ പെട്രോളിലേക്ക് ഫ്യൂൽ ടാങ്കിൽ നിന്ന് എഞ്ചിനിലേക്ക് വരുന്ന മെറ്റൽ പൈപ്പിൻ്റെ എൻഡിലായിട്ട് കുറച്ച് റബ്ബർ പൈപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ റബ്ബർ പൈപ്പുകളിൽ ചിലതരം വണ്ടുകൾ വന്നിട്ട് എഥനോള് ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഇതിനെ ഓട്ടയിട്ട് കുടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ കുടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് ഓട്ടയിട്ടിട്ട് പെട്രോളാണ് കാണുമ്പോൾ കളഞ്ഞിട്ട് പോകും. തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ പെട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഇഗ്നിഷൻ ഓൺ ചെയ്ത സമയത്തോ അതുവഴി ലീക്കേജ് വരാനുള്ള സാധ്യത. അതിപ്പോൾ പുതിയ തരം വണ്ടികളിൽ എനിക്ക് തോന്നുന്നത് പ്ലാസ്റ്റിക് റബ്ബർ പൈപ്പുകളിന് പകരം
പ്ലാസ്റ്റിക് പൈപ്പുകളിലോട്ട് മാറുന്നതായിട്ടൊരു അറിവ് ഞാൻ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. E20 കോമ്പാറ്റിബിൾ ആണോ അല്ലയോ ഒരു സാധാരണ ആൾക്ക്, ഒരു ഉടമയ്ക്ക്, വണ്ടിയുടെ ഉടമയ്ക്ക് ഇങ്ങനെ നമുക്ക് തിരിച്ചറിയുന്നത്? അപ്പോൾ നമ്മൾ പെട്രോൾ ഉപയോഗിച്ച് ഓടുമ്പോൾ പെട്രോൾ വണ്ടികളിൽ നിന്ന് പുകക്കുഴലിലൂടെ പുറത്തേക്ക് വിടുന്ന പുകയിൽ അനേകം വാതകങ്ങൾ, അതായത് നമുക്ക് മനുഷ്യന് ശ്വസിക്കാൻ ആവശ്യമില്ലാത്ത രീതിയിലുള്ള കാർബൺ മോണോക്സൈഡ് പോലെയുള്ള വിഷവാതകങ്ങൾ പുറത്തേക്ക് വിടുന്നുണ്ട്. അപ്പോൾ ഒരു 20% E20 പെട്രോൾ എഥനോൾ നമ്മൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ഈ അതിൻ്റെ പുറത്തേക്ക് വിടുന്ന വിഷവാതകത്തിൻ്റെ അളവ് കുറയ്ക്കാനും സാധിക്കുന്നുണ്ട്. ഇത് ശ്വസിക്കുന്ന പൊതുജനങ്ങൾക്ക് അനേക രോഗങ്ങളിൽ വരാതെ ഇരിക്കാനും സഹായിക്കുന്നു E20 ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ പഴയ വാഹനങ്ങളിൽ എന്തെങ്കിലും സർവീസോ പാർട്സോ മാറ്റേണ്ടതുണ്ടോ? ഇപ്പോൾ E20 പെട്രോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പഴയ വാഹനങ്ങളിൽ ഒരു കാര്യങ്ങൾ നമ്മൾ റീപ്ലേസ് മാറ്റേണ്ട കാര്യമില്ല. ആ പെട്രോൾ നേരിട്ട് തന്നെ നമുക്ക് ഉപയോഗിച്ച് വണ്ടി ഓടിക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ന്യൂനത എന്ന് പറയുന്നത് ചെറിയൊരു പവർ ഡ്രോപ്പ്, വളരെ ചെറിയ രീതിയിൽ ഒരു പവർ ഡ്രോപ്പ് മാത്രമേ ഉള്ളൂ. അതൊഴിച്ച് ബാക്കി ഒരു കാര്യങ്ങളോ കേടോ പഴയ വണ്ടികളിൽ വരുത്തുന്നില്ല E20 പെട്രോൾ മൂലം. ഇത് ഉപയോഗിക്കുന്ന വണ്ടികളിൽ എന്തെങ്കിലും സിഗ്നലുകൾ കാണിക്കുമ്പോൾ, അങ്ങനെ കാണിക്കാറുണ്ടോ? കാണിക്കുമ്പോൾ ഡ്രൈവർമാർ ഉടനെ വർക്ക്ഷോപ്പിലേക്ക് കയറ്റേണ്ട സാഹചര്യം വരുന്നുണ്ടോ? E20 പെട്രോൾ നമ്മൾ ഉപയോഗിക്കുന്നത് മൂലം വാഹനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള ഒരു അപാകതകൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ വണ്ടി ഓടിക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം വണ്ടി ഓടിക്കുന്ന രീതിയിൽ നമ്മൾ എങ്ങനെയാണോ പെട്രോൾ വണ്ടി ഓടിക്കുന്നത് അതേ രീതിയിൽ തന്നെ ഓടിക്കാനും പറ്റും. വണ്ടിക്കോ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന ആളിനോ വണ്ടിക്ക് അകത്തിരിക്കുന്ന ആളിനോ യാതൊരുവിധ പ്രശ്നങ്ങളും ഇതുമൂലം ഉണ്ടാകുന്നില്ല. ഈ ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കാൻ E20 സഹായിക്കുമെന്നാണ് പൊതുജനങ്ങളോട് സർക്കാരൊക്കെ പറയുന്നത്. രാജ്യത്തിന് ഗുണമുണ്ടെങ്കിൽ വാഹന ഉടമകൾക്ക് അതിൻ്റെ നേട്ടം ഉണ്ടോ? രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അത്രയും കുറച്ച് ഇന്ധനം ഇറക്കുമതി ചെയ്താൽ മതിയാവും. 1. 2, നമ്മളെ കർഷകരെ സഹായിക്കാനും സാധിക്കും. നമ്മളെ ചെറുകിട കർഷകരായാലും വൻകിട കർഷകരായാലും അവരെ കൂടി നമുക്ക് സഹായിക്കാനും സാധിക്കും. ഏതൊക്കെ വർഷം ഇറങ്ങിയ കാറുകൾക്കും ബൈക്കുകൾക്കുമാണ് കൂടുതലും E20 പെട്രോളുകൾ സുരക്ഷിതത്വം? അത് നമ്മളെ പുതിയ തലമുറയിൽപ്പെട്ട കാറുകളായത് ഫ്യൂവൽ ഇഞ്ചക്ഷൻ രീതിയിലുള്ള, അതായത് എഞ്ചിനിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രീതിയിലുള്ള ഫ്യൂവൽ ഇഞ്ചക്ഷൻ ടൈപ്പ് കാറുകൾക്ക് കൂടുതൽ സുരക്ഷിതമാണ്. പഴയ ടൈപ്പ് കാർബറേറ്റർ വണ്ടികൾക്ക് അത് ഓടിക്കാൻ പറ്റില്ലെന്നല്ല, ഓടിക്കാൻ പറ്റും. പക്ഷേ അതിലെ ഫ്യൂൽ പമ്പ് സിസ്റ്റം, അതായത് ഫ്യൂൽ ടാങ്കിനകത്ത് നിന്ന് മോട്ടോർ ഉപയോഗിച്ച് എഞ്ചിനിലേക്ക് എത്തിക്കുന്ന ടൈപ്പ് വണ്ടികൾക്കാണ് കൂടുതൽ സുരക്ഷിതം. പഴയ വണ്ടികൾക്ക് ഓടിക്കാൻ പറ്റുമെന്നല്ല, ഓടിക്കാൻ സാധിക്കും. സോഷ്യൽ മീഡിയയിൽ പറയുന്ന പോലെയുള്ള വാർത്തകൾ ഈ വെറും ഭയപ്പെടുത്തലുകൾ മാത്രമാണോ? ഇല്ല, പൊതുജനത്തിനെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകൾ ഒരു രീതിയിലും ഭയപ്പെടേണ്ട കാര്യമില്ല. അത് നോർമലി നമ്മൾ എങ്ങനെയാണോ പെട്രോൾ വാഹനം ഉപയോഗിക്കുന്നത് അതുപോലെ ഓടിച്ചു പോകുന്നുള്ള കാര്യമേ ഉള്ളൂ. അത് ചിലപ്പോൾ ചെറിയൊരു 1/2 കിലോമീറ്ററോ 1 കിലോമീറ്ററിനകത്തുള്ള ചെറിയൊരു വേരിയേഷൻ മാത്രമേ വരുന്നുള്ളൂ. അല്ലാതെ വേറെ ഒരു പ്രശ്നങ്ങളും നമുക്കതിന് സൃഷ്ടിക്കുന്നില്ല. അപ്പോൾ ഒരു വണ്ടിയെ സംബന്ധിച്ചിടത്തോളം മൈലേജ് എന്ന് പറയുന്നത് ആ വണ്ടിയുടെ പല ഘടകങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് മൈലേജ്. അപ്പോൾ അത് 1 വണ്ടി ഓടിക്കുന്ന ആളിൻ്റെ രീതി, 2 നമ്മൾ പോകുന്ന റോഡ്. അപ്പോൾ നമ്മളെ മുന്നേ പോകുന്ന വാഹനങ്ങൾ, അത് റോഡിലെ സംബന്ധിച്ചിടത്തോളം 100 cc ഉള്ള വാഹനങ്ങളും ഏകദേശം 3000 മുതൽ 4000 വരെ cc ഉള്ള വാഹനങ്ങളും റോഡിൽ ഓടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വാഹനത്തിൻ്റെ മുന്നിൽ ഓടിക്കുന്നത് ഒരു പിക്കപ്പ് ഓട്ടോറിക്ഷയോ ഒരു 40-50 കിലോമീറ്ററിൽ പോകുന്ന ഒരു വണ്ടിയോ ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ബ്രേക്ക് ചെയ്തും ക്ലച്ചിലും ഉപയോഗിച്ചും മാത്രമേ പോകാൻ പറ്റുള്ളൂ. ആ ഒരു ചെറിയ രീതിയിലുള്ള മൈലേജ് ഡ്രോപ്പ് അതിനകത്ത് വരുന്നുണ്ട്. എഥനോൾ പെട്രോൾ ഉപയോഗിച്ച് ഓടുമ്പോൾ ചെറിയൊരു വേരിയേഷൻ, അതായത് പെട്രോളും എഥനോളും തമ്മിലുള്ള ഫയർ ആവാനുള്ള ടൈം ചെറിയൊരു ഡിലേ ഉണ്ട്. അപ്പോൾ ഡിലേ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ എഥനോൾ ഉപയോഗിച്ച് പെട്രോൾ വെച്ച് ഓടുമ്പോൾ നമ്മൾ ആക്സിലേഷൻ കുറച്ച് കൂടുതൽ കൊടുക്കും. കൊടുക്കുമ്പോൾ എഞ്ചിനകത്തേക്ക് വരുന്ന വായുവിൻ്റെ അളവിനനുസരിച്ച് മാത്രമേ ഫയറായി അതിൻ്റെ മാക്സിമം പവർ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ആ സമയത്ത് ആക്സിലേറ്റർ മാക്സിമം കൊടുക്കുന്നതിന് പകരം ആക്സിലേറ്റർ മീഡിയം രീതിയിൽ കൊടുത്ത് ഓരോരോ വേരിയേഷനനുസരിച്ച് സ്പീഡിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത്.
അല്ലാതെ നമ്മൾ പവർ ഡ്രോപ്പ് വരുന്ന സമയത്ത് മാക്സിമം ആക്സിലേറ്റർ കൊടുക്കുകയാണെങ്കിൽ ടാങ്കിനുള്ളിൽ നിന്ന് വരുന്ന ഇന്ധനം കൂടുതൽ കത്തി വേസ്റ്റായിട്ട് ഫയറായി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഒരാൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മൈലേജ് ഡ്രോപ്പിനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. E20 പെട്രോൾ വന്നതോടുകൂടി എൻ്റെ കാർ നശിക്കും എന്ന് ഭയമുള്ള ആളുകൾക്ക് നിങ്ങളുടെ എത്രയും വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അവരോട് പറയാനുള്ളത്? നമ്മൾ എഥനോൾ പെട്രോള് നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ ഒരു ഭയമാണ്. നമ്മൾ എഥനോൾ പെട്രോൾ ഉപയോഗിച്ച് വണ്ടി ഓടിച്ചാൽ വണ്ടിക്ക് ഡാമേജുകൾ സംഭവിക്കുമോ, അല്ലെങ്കിൽ തുരുമ്പെടുക്കുമോ, അല്ലെങ്കിൽ പിന്നെ പൈസ നമ്മൾ പെട്രോൾ കൂടുതൽ അടിച്ച് നമ്മളെ പൈസ കൂടുതൽ ചിലവായി പോകുമോ എന്നൊന്നും ജനങ്ങളെ സംബന്ധിച്ച് ഭയപ്പെടേണ്ട ഒരു കാര്യമല്ല. അത് നോർമലി നമ്മളെ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടും പിന്നെ നമ്മളെ കർഷകരെ സഹായിക്കാനുള്ള ഒരു രീതിയായിട്ടും നമുക്ക് കണക്കാക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പോൾ മൈലേജ് ഒരുപാട് ഡ്രോപ്പ് വരുന്നില്ല. നമ്മളിപ്പോൾ ലോങ് ഡ്രൈവ് പോകുന്ന ഒരു വണ്ടിയെ സംബന്ധിച്ചിടത്തോളം മൈലേജ് കൂടുതൽ കിട്ടതേ ഉള്ളൂ. നമ്മൾ ട്രാഫിക്കിലോ അല്ലെങ്കിൽ നമ്മൾ ഓട്ടോറിക്ഷയുടെ പുറകിലോ അല്ലെങ്കിൽ പതിയെ പോകുന്ന ഒരു സ്കൂട്ടറിൻ്റെ പുറകിലോ പോകുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ആക്സിലേഷൻ കൊടുത്ത് നമ്മൾ വെറുതെ പെട്രോൾ കത്തിച്ച് അനാവശ്യമായിട്ട് കളയാതെ അതിനനുസരിച്ച് കുറേശ്ശെ രീതിയിൽ ഗിയർ ഡൗൺ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത് ജനങ്ങളെ സംബന്ധിച്ച്.